ഹായ് ഹലോ, ഐ ആം വെൽക്കം ടു യുവർ ഫേവറേറ്റ് 7 ടൈം ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കാഞ്ഞിരംകുളം ബൈപ്പാസിന് അടുത്തുള്ള മനക്കകം ഗ്രിൽ ഹൗസ് എന്ന റെസ്റ്റോറന്റിലാണ്. ഇവിടെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് എല്ലാവർക്കും, ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായ രുചികൾ തേടി നടക്കുന്നവരാണോ? എന്നാൽ നിങ്ങൾക്ക് വേണ്ടി പലതരത്തിലെ രുചിക്കൂട്ടുകളുമായി മനക്കകം ഗ്രിൽ ഹൗസ് നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മനക്കകം ഗ്രിൽ ഹൗസ് എന്ന റെസ്റ്റോറൻറ്റിലെ സ്പെഷ്യൽ ഡിഷായ ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഡിഷ് പ്രിപ്പയർ ചെയ്തിരുന്ന ആളുടെ പേരെന്താന്ന് ചോദിക്കാം. തുമാരാ നാം ക്യാ ഹേ? मेरा नाम फिरोज आलम है. പ്ലേസ് എവിടെയാണ്? झारखंड है. ജാർഖണ്ഡ്. ഓക്കെ. ഇവിടെ വന്നിട്ട് കിത്തന ഇയേഴ്സ്? 10 years. 10 years. ഓ, 10 years ആയിട്ടുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആണ്? Experience are 10 years. ഓ, വെരി ഗുഡ്. Hotel field. ഓക്കെ ഓക്കെ. ഇത് ബാർബിക്യൂ? ഇത് ബാർബിക്യൂ മസാല. ഓക്കെ ഇത് ബാർബിക്യൂ മസാല. ഓക്കെ, ബാർബിക്യൂ മസാലയാണത്. നമ്മൾ ഫ്രൈഡ് ചെയ്യുന്ന ബ്രോസ്റ്റഡ് ചിക്കനിൽ ആ മസാല നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഓക്കെ കാന്താരി മസാല. കാന്താരി മസാല. ഓക്കെ, ഒറ്റ സ്റ്റെപ്പിൽ തന്നെയാണ് 4 ഐറ്റം ഡിഫറെന്റ് ബ്രോസ്റ്റഡ് ചിക്കനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. വെറൈറ്റി ടേസ്റ്റ് ആണ്. വളരെയധികം പെർഫെക്റ്റ്ലി ആയിട്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഒറ്റ സ്റ്റെപ്പിൽ തന്നെയാണ് 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻസ് റെഡിയാക്കുന്നത്. ഇത് കഴിക്കാൻ വേണ്ടി ഒത്തിരി പേരാണ് ഇവിടെ ദിവസം തോറും വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ മസാലയുടെ മണത്തിൽ തന്നെയാണ് നമുക്ക് ഒരുപാട് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അൽഫാം, പെരി അൽഫാം, മെക്സിക്കൻ അൽഫാം, ബാർബിക്യൂ അൽഫാം, കാന്താരി അൽഫാം. ഓക്കെ, തിരിച്ചു വെക്കുമ്പോഴും മസാല മിക്സഡ് ആണ്. യെസ്. എത്ര ടൈം റോസ്റ്റ് ചെയ്യുന്നേ? ടൈം കിतना ടൈം? 10 minutes. 160 temperature. ഓക്കെ. ഓക്കെ ഹാഫ് ബോയിൽ ചെയ്ത് വെച്ച ചിക്കനിലാണ് ഈ 10 minutes നമുക്ക് ഈ മസാല യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓർഡർ അനുസരിച്ചിട്ടാണ് ഇവിടെ നമുക്ക് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്ത് തരുന്നത്. 4 ഫ്ലേവർ മനസ്സിലായി പറഞ്ഞു. വ്യത്യസ്തതരമായ 4 തരത്തിലുള്ള അൽഫാമാണ്. വ്യത്യസ്തതരമായ 4 ഡിഫറെൻ്റ് അൽഫാമാണ് ഇവിടെ മനക്കകം ഗ്രിൽ ഹൗസ് നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിരിക്കുന്നത്. വളരെയധികം ടേസ്റ്റിയാണ്, സ്പൈസിയാണ്. നിങ്ങൾ ഓരോരുത്തരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന
രുചിക്ക് അനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ, ഇനി മറിച്ച് വെച്ചുകൊണ്ടിരിക്കണം അല്ലേ? മസാല നല്ല രീതിയിൽ ചിക്കനിൽ ഫിക്സ് ആവണം. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടൻ പറയുന്നത് ഡിഫറൻറ്റ്, എല്ലാം വളരെയധികം വ്യത്യസ്തതരമായ രുചികളാണ് ഈ 4 ഫ്ലേവർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ബോയിൽ ചെയ്ത് ഹാഫ് ആൻ അവർ ബോയിൽ ചെയ്ത് വെച്ച ചിക്കനിലാണ് ഇതിലോട്ട് ഈ മസാല മിക്സ് ചെയ്തിട്ട് എന്താ പറയാ, ഈ ഒരു 4 ടൈപ്പ് അൽഫാം നമുക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത്. ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള മസാലയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് അൽഫാം പെരി പെരി മെക്സിക്കൻ മസാല. ഓക്കെ, ഇത് ബാർബിക്യൂ മസാലയാണ്. ഡിഫറെന്റ് കളേഴ്സ് മസാല. ബാർബിക്യൂ മസാല. ഓക്കെ, ഇത് കാന്താരി മസാലയാണ്. നല്ല സ്പൈസിയാണ്, വളരെ ടേസ്റ്റി ആയിരിക്കും. എരിവ് ആഗ്രഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ആ മസാല മിക്സ് ആയിട്ടുള്ള ആ ഒരു ഡിഫറെന്റ് കളേഴ്സ്. ഓക്കെ, മെക്സിക്കൻ അൽഫാം റെഡി ആയി കഴിഞ്ഞു. കാന്താരി അൽഫാം റെഡി ആയി കഴിഞ്ഞു. ബാർബിക്യൂ അൽഫാം റെഡി ആയി കഴിഞ്ഞു. ലാസ്റ്റ് വൺ പെരി പെരി. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് 4 ടൈപ്പ്. അങ്ങനെ മനക്കകം ഗ്രിൽ ഹൗസിലെ വെറൈറ്റി ഡിഷായ 4 ടൈപ്സ് അൽഫാം പെരി പെരി, അൽഫാം ബ്രോസ്റ്റഡ്, ഓക്കെ, അൽഫാം, ദിസ് വൺ കാന്താരി അൽഫാം, മെക്സിക്കൻ അൽഫാം, ബാർബിക്യൂ അൽഫാം, പെരി പെരി. ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഷെഫായ ഓക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിരിക്കുകയാണ്. മനക്കകം ഗ്രിൽ ഹൗസിലെ സ്പെഷ്യൽ ഡിഷസായ 4 ടൈപ്സ് വെറൈറ്റി അൽഫാമും പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയാക്കി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കാന്താരി അൽഫാമാണ്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല സ്പൈസി ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് മയോണൈസ് യൂസ് ചെയ്ത് ഇത് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല സ്പൈസിയാണ്. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാന്താരി ആ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആ ഫ്ലേവർ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വളരെയധികം വ്യത്യസ്തമായ ഒരു എരിവ് ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇതെന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ എരിവ് സ്പൈസി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളത് മെക്സിക്കൻ അൽഫാമാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനെ കൂടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിന് കോമ്പിനേഷൻ വരുന്നത് കുബൂസാണ് വെച്ചിട്ടുള്ളത്. കുബൂസിനോട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. പിന്നെ എല്ലാ ഫുഡിനും അതിൻ്റേതായ ഒരു റൊട്ടീനുള്ളതുപോലെ നമുക്ക് ഇതിൻ്റെ കൂടെ സാലഡും യൂസ് ചെയ്യുന്നതാണ്. ഇതും നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. കാന്താരിയിൽ നിന്നും ഒരുപാട് ഡിഫറൻ്റ് ആണ് ടേസ്റ്റ്. എന്തു പറയാം, ഒരു സ്പൈസിയാണ്, എന്തു പറയാം, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അത് കഴിച്ചു നോക്കിയാൽ തന്നെയാണ് പറയാൻ പറ്റുക. ഇതിൽക്കൂടെ ക്യാരറ്റൊക്കെ കഴിക്കാം കേട്ടോ. സൂപ്പർ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മനക്കകം ഗ്രിൽ ഹൗസിലെ വളരെയധികം എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഡിഷസാണ് നിങ്ങളുടെ മുൻപിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ബാർബിക്യൂ അൽഫാമാണ്. ഓക്കെ, ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് യൂസ് ചെയ്യാം. അടിപൊളിയാണ്. ഈ മൂന്നും വ്യത്യസ്തതരമായ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും വന്ന് ടേസ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് കൂടെ സാലഡൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. വെറുതെ അല്ല ഇത് തരുന്നത്. സാലഡ് നമുക്ക് സൂപ്പറാണ്. കറക്റ്റായിട്ട് നല്ല രീതിയിൽ ബോയിൽ ചെയ്ത് എന്താ പറയുക, ചിക്കൻ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ആ ഒരു നമുക്ക് എന്താ പറയുക, കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, മസാലകളെല്ലാം ചിക്കനിൽ തന്നെ എന്താ പറയുക നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. എന്താ പറയുക, അധികം ഓയിലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു എന്താ പറയുക, ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് പറഞ്ഞു തരാൻ പറ്റാത്തതിൽ അധികമായിട്ട് ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യുന്നത് കുബൂസ് തന്നെയാണ്. വളരെയധികം ടേസ്റ്റിയാണ്. ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അൽഫാം പെരി പെരിയാണ്. ഓക്കെ, പെരി പെരി കഴിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് സ്വീറ്റ് ആൻഡ് സ്പൈസി ആണ് ഫീൽ ചെയ്യുന്നത്. ഇത് മൂന്ന് ഡിഫറൻസ് ആണെങ്കിൽ പോലും ഈ ഇവിടെ ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കൂടുതലായിട്ടും എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അൽഫാം പെരി പെരിയാണ്. ഇവിടുത്തെ ഒരു ഡിഫറൻറ്റ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലാണ് ഈ അൽഫാം പെരി പെരി. ഞാൻ പേഴ്സണലായിട്ട് റെക്കമെൻഡ് ചെയ്ത ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു അൽഫാം പെരി പെരിയാണ്. കാരണം സ്വീറ്റിയാണ്, കുറച്ച് സ്പൈസിയാണ്, അധികം ഓയിലി ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഫാമിലി ആയിട്ട് വന്ന് ധൈര്യത്തോടെ ഇവിടെ വന്ന് കഴിക്കാവുന്നതാണ്. ലാസ്റ്റ് വൺ റോസ്റ്റഡ് ചിക്കൻ. ഓക്കെ, നല്ല സ്പൈസി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഇത് നമ്മുടെ KFC കണക്കിന് മുന്നിലിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാണുമ്പോൾ നമ്മുടെ ഒറിജിനൽ KFC എങ്ങനെയാണോ അത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊരു ടേസ്റ്റ് ചെയ്യും. മൊത്തം നാല് ഡിഫറെൻറ്റ് അൽഫാമാണ് ഇവിടെ ഞങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊരു ഡിഫറെൻറ്റ് ടൈപ്പാണ് ബ്രോസ്റ്റഡ് ചിക്കൻ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് അൽഫാം പെരി പെരിയാണ്, ഇത് അൽഫാം കാന്താരി, ഇത് അൽഫാം മെക്സിക്കൺ, ഇത് അൽഫാം ബാർബിക്യൂ. ഓക്കെ, 4 ടൈപ്സ് ആണ്. ഇതിൽ ഞാൻ പ്രത്യേകം സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അൽഫാം പെരി പെരിയാണ്. ഇതിൽ 4ന്റെയും ഡിഫറെന്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കാന്താരിയിൽ നല്ല രീതിയിൽ നല്ല സ്പൈസിയാണ്. അങ്ങനെ 5 ഡിഫറെന്റ് ആയിട്ടുള്ള ചിക്കനിൽ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള 5 ഡിഫറെന്റ് ഡിഷസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നത്. അതിൽ എന്താ പറയുക, ഇതിൽ ചാർക്കോൾ യൂസ് ചെയ്തിട്ട് വയ്ക്കുന്നതാണ് ഈ അൽഫാം. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം എന്താ പറയുക ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്തവർക്ക് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ, നമ്മുടെ KFC അതെങ്ങനെയാണോ കഴിക്കുന്നത് അതേപോലെ നമുക്ക് ഇവിടെ മനക്കകം ഗ്രിൽ ഹൗസിൽ വന്ന് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന കുബൂസാണ്. നമുക്ക് ജ്യൂസസ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് ലൈം കുടിക്കാം.
ജ്യൂസസ് ഒക്കെ കഴിക്കാവുന്നതാണ്, കുടിക്കാം. എന്താ പറയുക, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഡിഷസ്. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്ന് തീർച്ചയായും ഈ കാഞ്ഞിരംകുളം ബൈപ്പാസിനടുത്ത് വരികയാണെങ്കിൽ ഉറപ്പായും ഈ മനക്കകം ഗ്രിൽ ഹൗസിൽ വന്ന് ഈ വെറൈറ്റി ഡിഷസ് നിങ്ങൾ ടേസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും നൈസ് ഫുഡ്, നൈസ് ടേസ്റ്റ്. സൂപ്പറാണ്. थोड़ा थोड़ा मसाला डालेगा എല്ലാം സൂപ്പർ. नो जास्ती എല്ലാ ഫുഡെല്ലാം മസാല. അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. സ്ഥിരമായിട്ട് ഫാമിലി ആയിട്ട് വരാറുണ്ട്. മനക്കയം ഗ്രിൽ ഹൗസ് റെസ്റ്റോറന്റിലെ ഓണറാണ് ഈ ചേട്ടൻ. ചേട്ടന്റെ പേര് ശശിധരൻ. ഇവിടെ വരുന്നവരുടെ റിവ്യൂ ഒക്കെ എങ്ങനെയാണ്? റിവ്യൂ കുഴപ്പമില്ല. നമുക്കിവിടെ ലോക്കൽ കസ്റ്റമർ ഉണ്ട്, പുറത്തുനിന്ന് വരുന്ന കസ്റ്റമർ. ഓക്കെ, എന്നാലും കൂടുതലായിട്ട് പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കാണിച്ചിരുന്ന അൽഫാം ഒക്കെയാണോ? അൽഫാം കൂടുതൽ പോകുന്നുണ്ട്, ഷവർമ പോകുന്നുണ്ട്, കൂടുതൽ പോകുന്നുണ്ട്. ഫുഡൊക്കെ വളരെ ടേസ്റ്റിയാണ്. കഴിച്ചപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അറ്റ്മോസ്ഫിയർ ആണ്, നല്ലൊരു ആംബിയർ ആണ്. അപ്പോൾ ഒത്തിരി പേര് വരും, തീർച്ചയായും വരും. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഫുഡും വളരെയധികം ടേസ്റ്റിയാണ്. ഡിഫറെന്റ് ടേസ്റ്റ് ആണ് ആ 4 അൽഫാമിൽ എനിക്ക് പറയാനുള്ളത്. അതുതന്നെ ആ ബ്രോസ്റ്റേഡ് ചിക്കൻ വളരെയധികം ടേസ്റ്റിയാണ്. KFCയുടെ താഴെ എന്താ പറയാ, ആ ഒരു ടേസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റി. അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തീർച്ചയായും ഈ മനക്കകം ഗ്രിൽ ഹൗസിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരേണ്ടതാണെന്ന് പറയുന്നു. പിന്നെ വളരെയധികം ഫ്രണ്ട്ലി ആണ് ചേട്ടൻ. സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. നല്ല എന്താ പറയാ, ഞാൻ മറ്റ് റെസ്റ്റോറൻറ്റിൽ കയറുന്നതിനേക്കാൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ഇടപെടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇത് ബേക്കറിയൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ലൈം എല്ലാം, ജ്യൂസസ് എല്ലാം അവൈലബിൾ ആണ്. ക്ലയൻസിനോട് ഇടപെടുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കാഞ്ഞിരംകുളം ബൈപ്പാസ് വഴി വരുമ്പോൾ ഈ മനക്കകം ഗ്രിൽ ഹൗസ് റെസ്റ്റോറന്റിൽ കയറണമെന്ന് പറയാം. താങ്ക് യു ഏട്ടാ. ഇനി ഒരു പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരേക്കും ഇറ്റ്സ് മീ അനുഷ. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.